വീട്ടിലുള്ള ഭർത്താവ് ജോലിക്കും മകൾ സ്കൂളിലേക്കും പോകും. പിന്നീട് ഹീറോയിൻ വീട്ടിൽ ഒറ്റപ്പെട്ട ലൈഫിലാണുള്ളത്. ആ വീടാണെങ്കിലോ കാട്ടിലുമാണുള്ളത്. അതുകൊണ്ട് തന്നെ നടക്കുന്ന കാര്യങ്ങളിലെല്ലാം ഹീറോയിൻ എന്തൊക്കെയോ ഡൗട്ട് തോന്നും. ഇവിടെ നടക്കുന്നതെല്ലാം ഉള്ളതാണോ അതോ ഇല്ലാത്തതാണോ എന്ന് ഹീറോയിൻ എപ്പോഴും തോന്നും. പിന്നീട് എന്തൊക്കെയായിരിക്കും നടന്നിട്ടുണ്ടാകുക. അപ്പോൾ പറഞ്ഞു വന്നത് ഇഷ്ടം പോലെ ട്വിസ്റ്റുള്ള, അതായത് ഏറെക്കുറെ 3ഓളം ട്വിസ്റ്റുള്ളൊരു മൂവിയാണ്. 2023 ഇറങ്ങിയ വൈലറ്റ് എന്ന മൂവിയെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞു വന്നത്. അപ്പം നമ്മൾ ഈ മൂവിയിലേക്ക് പോകുന്നതിന് മുമ്പ് എല്ലാവരും ഈ ചാനലൊന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കാരണം എന്തെന്നാൽ കൂടുതൽ പേരും സബ് ചെയ്യാതെയാണ് വീഡിയോസ് കാണുന്നത്. അതുകൊണ്ട് മറക്കാതെ സബ് ചെയ്യണേ. അപ്പം നമുക്ക് ടൈം കളയാതെ നേരെ വീഡിയോയിലേക്ക് പോകാം. മൂവി തുടങ്ങുമ്പോൾ നമ്മളെ കാണിക്കുന്നത് പടത്തിലെ ഹീറോയിനെയാണ്. ഹീറോയിൻ ഉറക്കത്തിൽ നിന്ന് എന്തോ സ്വപ്നം കണ്ട് ഞെട്ടി എഴുന്നേക്കുന്നതാണ്. ഹീറോയിൻ താമസിക്കുന്നത് അവളുടെ ഭർത്താവായിട്ടുള്ള മാർക്കും അതോടൊപ്പം തന്നെ മകളായിട്ടുള്ള വൈലറ്റിന്റെയും കൂടെയാണ്. ഹീറോയിൻ എപ്പോഴും ഒറ്റപ്പെട്ടിട്ടാണ് ഉണ്ടാകാറ്. അതായത് മൊത്തത്തിൽ എന്തൊക്കെയോ ഡിപ്രഷൻ പോലെ. ഇവരുടെ വീടാണെങ്കിലോ ടൗണിൽ നിന്ന് കുറെ മാറി ഏറെക്കുറെ കാട്ടിലെന്ന് വേണമെങ്കിൽ പറയാം. ഹീറോയിന്റെ ഭർത്താവായ മാർക്ക് ഒരു ഡോക്ടറാണ്. അതുകൊണ്ട് തന്നെ മാർക്ക് എന്നും ആശുപത്രിയിലേക്ക് പോകും. ഹീറോയിൻ ആണെങ്കിലോ രാവിലെ ഭക്ഷണം കഴിച്ച ശേഷം മകളായിട്ടുള്ള വൈലറ്റിനെ സ്കൂളിലേക്കും കൊണ്ടുവിടും. പിന്നീട് ഹീറോയിൻ വീണ്ടും വീട്ടിലേക്ക് വരും. അങ്ങനെ ആ ദിവസം മുഴുവൻ ഹീറോയിൻ ഒറ്റയ്ക്കാണ് ഉണ്ടാകാറ്. ഇതൊക്കെ തന്നെയാണ് എന്നും നടക്കുന്നതും. ഇപ്പം നിങ്ങൾക്ക് പിടികിട്ടി കാണുമല്ലോ ഹീറോയിൻ എത്രമാത്രം ഒറ്റപ്പെട്ടിട്ടാണുള്ളത് എന്ന്. അങ്ങനെ ഇരിക്കൽ രാത്രി മാർക്ക് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കും. ഹീറോയിൻ മാർക്കിനോട് ഒന്നും മിണ്ടില്ല. ഹീറോയിനും മാർക്കും തമ്മിൽ എന്തൊക്കെയോ അകലം പാലിക്കുന്നുണ്ടായിരുന്നു. അതായത് ഇവരുടെ റിലേഷൻഷിപ്പിൽ എന്തൊക്കെയോ പ്രത്യേകതകളുണ്ടായിരുന്നു. ഈ ടൈമിൽ വൈലറ്റ് അവിടെ കാർട്ടൂൺ കാണുകയായിരുന്നു. അവള് കാണുന്ന കാർട്ടൂണിൽ ഒരു മന്ത്രവാദി വിഷമുള്ള ആപ്പിൾ കൊണ്ടുവന്ന് ഒരു പെൺകുട്ടിക്ക് കൊടുക്കുന്നതാണ് കാണുന്നത്. അങ്ങനെ പിന്നീട് ഫുഡെല്ലാം കഴിച്ച ശേഷം ഹീറോയിൻ വൈലറ്റിനെ കൊണ്ടുപോയി കിടത്തും. ഈ ടൈമിൽ വൈലറ്റ് പറയും, എന്റെ കൂടെ ഇവയെ കൂടി കിടത്തണമെന്ന്. ഇത് കേട്ട ഹീറോയിൻ ചോദിക്കും, ഇവയോ അതാരാന്ന്? അതെന്റെ പാവയാണെന്നും അവള് ബെഡിനടിയിലുണ്ടെന്നും വൈലറ്റ് പറയും. ഇത് കേട്ട ഹീറോയിൻ ബെഡിനടിയിൽ നിന്ന് ആ പാവയെ എടുത്തു കൊടുക്കും. അപ്പോഴാണ് വൈലറ്റ് പറയുന്നത്, വഴിയിൽ വെച്ച് കണ്ട ഒരാളാണ് ഈ പാവയെ തന്നത് എന്ന്. ഇത് കേട്ട ഹീറോയിൻ അവളോട് ചൂടാകും. വഴിയിൽ വെച്ച് അറിയാത്ത ആളുകളെ കണ്ടാൽ അവരുടെ കയ്യിൽ നിന്നൊന്നും വാങ്ങല്ലെന്ന് ഹീറോയിൻ അവളോട് പറയും. അങ്ങനെ പിറ്റേ ദിവസം ഹീറോയിന്റെ അമ്മ അവളെ കാണാനേ വരും. ഹീറോയിന്റെ മുഖം കണ്ട അമ്മ ചോദിക്കും എന്തു പറ്റിയെന്ന്. ഇത് കേട്ട ഹീറോയിൻ അവൾക്ക് ഈ വീട് ഇഷ്ടമല്ലെന്നും ഇവിടെ എന്തൊക്കെയോ പോലെ തോന്നുകയാണെന്നും പറയും. പക്ഷെ അമ്മയാണെങ്കിലോ എല്ലാം നിന്റെ തോന്നലാണ്, ഇവിടെ കുഴപ്പമൊന്നുമില്ലെന്ന് ഹീറോയിനോടും പറയും. അങ്ങനെ കുറച്ചു കഴിഞ്ഞ് ഹീറോയിൻ കുളിക്കുമ്പോഴാണ് അവൾ എന്തോ സ്വപ്നം കാണുന്നത്. അതിലാണെങ്കിലോ ഹീറോയിൻ ഒരു പൂന്തോട്ടത്തിൽ നിൽക്കുന്നതായിട്ടും അതോടൊപ്പം തന്നെ കുറെ കാണാതായ കുട്ടികളെ പറ്റി റേഡിയോയിൽ പറയുന്നതായിട്ടും. പിന്നീട് ഹീറോയിൻ വൈകിട്ട് മകളെയും വിളിച്ചുകൊണ്ടുവന്ന് ഒരിടത്തേക്ക് പോകും. ഈ ടൈമിലാണ് മകള് മരണത്തെക്കുറിച്ച് ചോദിക്കുന്നത്. ഇത് കേട്ട ഹീറോയിൻ, നീ എന്താ ഇപ്പോൾ അതൊക്കെ ചോദിക്കുന്നത്? വേറെ എന്തെങ്കിലും ചോദിക്കാൻ പറയും. അപ്പോഴാണ് മകള് പറയുന്നത്, എൻ്റെ ക്ലാസ്സിലെ ഒരു കുട്ടി പറഞ്ഞു നമ്മൾ ചെടികൾ പോലെ മണ്ണിനടിയിലേക്ക് പോകുമെന്ന്. ഇത് കേട്ട ഹീറോയിൻ ഇതൊക്കെ തെറ്റാണെന്നും അങ്ങനെയൊന്നും ഇല്ലെന്നും പറയും. അതോടൊപ്പം തന്നെ അറിയാത്ത ആളുകളുമായി മിണ്ടാൻ പാടില്ല എന്നും പറയും. ശരിക്കും ഇപ്പോൾ ഇവിടെ എന്തൊക്കെയായി ഹീറോയിൻ പറയുന്നത് എന്ന് നമുക്കൊന്നും പിടികിട്ടില്ല. നമുക്ക് പോകും തോറും അതെല്ലാം പിടികിട്ടും. പിന്നീട് പിറ്റേ ദിവസം ഹീറോയിൻ വീട്ടിലിരിക്കുന്ന ടൈമിൽ ആരോ ഡോറിൽ മുട്ടും. ഹീറോയിൻ കതക് തുറക്കുമ്പോഴോ ഏതോ പ്രായമായ അമ്മൂമ്മയായിരുന്നു. പുള്ളിക്കാരിയുടെ കയ്യിലൊരു കൊട്ടയും അതിൽ കുറെ പഴങ്ങളും ഉണ്ടായിരുന്നു. അവർക്കവിടെ കൃഷിയുണ്ടെന്നും ഇപ്രാവശ്യം കുറെ പഴങ്ങൾ കിട്ടിയതുകൊണ്ട് ഇവിടെ കൊണ്ടുവന്നതാണെന്നും പുള്ളിക്കാരി പറയും. ഇത് കേട്ട ഹീറോയിന് എന്തൊക്കെയോ ഡൗട്ട് ഉണ്ടായിരുന്നു. ഹീറോയിൻ അത് വേണ്ടെന്നും പറയും. കുട്ടികൾ കഴിച്ചോളും, കുട്ടികൾക്ക് കൊടുക്കാമെന്ന് ആ പുള്ളിക്കാരി പറയും. പക്ഷേ ഹീറോയിൻ അത് വേണ്ടെന്ന് വീണ്ടും പറയും. ആ ടൈമിലാണ് പുള്ളിക്കാരി പെട്ടെന്ന് ദേഷ്യപ്പെടുന്നത്. അതോടൊപ്പം പുള്ളിക്കാരിയുടെ എക്സ്പ്രഷന് മാറി വരും. ഇത് കണ്ട ഹീറോയിൻ പേടിച്ച് ഡോറും അടയ്ക്കും. പക്ഷെ അത് സൂക്ഷിച്ചു നോക്കുമ്പോഴോ മുമ്പ് വൈലറ്റ് കാർട്ടൂണിൽ കണ്ട ആ മന്ത്രവാദിയുടെ അതേ ഷേപ്പായിരുന്നു ഈ അമ്മൂമ്മയ്ക്കും. അവിടുന്ന് കട്ട് ചെയ്താൽ നമ്മളെ കാണിക്കുന്നത് ഹീറോയിന്റെ പാസ്റ്റ് ആണ്. അവളുടെ അച്ഛനൊരു ഫാം ഉണ്ടായിരുന്നു. ഈ ടൈമിൽ ഹീറോയിൻ അവിടെ ഇരുന്ന് ബുക്കിൽ കളർ അടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് അവളുടെ അച്ഛൻ അടുത്തേക്ക് വന്ന് ആ പടം നോക്കുന്നത്. ആ പടത്തിലുള്ള ആള് കില്ലറിനെ പോലെയായിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അച്ഛൻ അവളെ കുറെ വഴക്ക് പറയും. അച്ഛനെ കണ്ട ഇവൾ നല്ലപോലെ പേടിക്കുന്നുമുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ പുള്ളി അത്ര നോർമൽ ആയിട്ടുള്ള ആളല്ല. അതോടൊപ്പം പുള്ളി ഒരു ഉപദ്രവകാരിയുമാണ്. പിന്നീട് നമ്മളെ കാണിക്കുന്നത് ഹീറോയിൻ അവളുടെ അമ്മയെ കാണാൻ പോകുന്നതാണ്. ഈ ടൈമിൽ അമ്മ അവളോട് പണ്ട് നടന്ന എല്ലാത്തിനും ക്ഷമ ചോദിക്കും. അതായത് അവളുടെ അച്ഛൻ അവളെ ഉപദ്രവിച്ചതിലും കുട്ടിക്കാലത്ത് അവൾക്കുണ്ടായ ബാഡായ അനുഭവത്തോടുമൊക്കെ. അങ്ങനെ അന്ന് രാത്രി ഹീറോയിൻ വീണ്ടും സ്വപ്നം കാണും. ഹീറോയിനും വൈലറ്റും പൂന്തോട്ടത്തിൽ നിൽക്കുന്നതും അവര് പട്ടം പറത്തുന്നതുമൊക്കെ. പിന്നീട് പിറ്റേ ദിവസം ഹീറോയിൻ വൈലറ്റിനെയും കൊണ്ട് അവിടെയുള്ളൊരു കഫേയിലേക്ക് പോകും.
അപ്പോഴാണ് അവിടെ കാണാതായ ഒരു കുട്ടിയുടെ നോട്ടീസ് ഹീറോയിൻ കാണുന്നത്. ഇത് കാണുമ്പം തൊട്ട് ഹീറോയിൻ്റെ കൺട്രോൾ മുഴുവൻ പോകും. അതായത് അവിടെയുള്ള ആളുകളെല്ലാം ഹീറോയിൻ ബ്ലാക്ക് ആൻഡ് വൈറ്റിലും റെഡിലും ഒക്കെ കാണും. പെട്ടെന്ന് ഹീറോയിൻ നോക്കുമ്പോഴോ അവിടെ വയലറ്റിനെ കാണാനുമില്ലായിരുന്നു. ഇത് കണ്ട ഹീറോയിൻ അവിടെ നിറങ്ങി ഓടും. അവിടെ മുഴുവൻ അന്വേഷിക്കും. കുറച്ച് കഴിയുമ്പം ഹീറോയിൻ അവിടെ ഒരാൾ വണ്ടിയിൽ ഐസ്ക്രീം വിൽക്കുന്നത് കാണും. പുള്ളിയുടെ കയ്യിൽ മുഴുവൻ ബ്ലഡ് ഉള്ളതായിട്ടും ഹീറോയിൻ കാണും. പക്ഷേ പെട്ടെന്നാണ് ഹീറോയിന് ഇതെല്ലാം അവളുടെ തോന്നലാണെന്ന് പിടികിട്ടുന്നത്. അതോടൊപ്പം തന്നെ വയലറ്റും ആ ഐസ്ക്രീം വാങ്ങാൻ നിൽക്കുന്ന കുട്ടികളുടെ കൂടെ ഉണ്ടായിരുന്നു. പിന്നീട് രാത്രിയാകുമ്പോൾ വയലറ്റ് അവിടെ കാർട്ടൂൺ കണ്ടുകൊണ്ടിരിക്കും. അപ്പോഴാണ് ഹീറോയിൻ അവളെ അടുത്തേക്ക് വിളിക്കുന്നത്. ഞാൻ നിന്നെ പ്രൊട്ടക്റ്റ് ചെയ്യുമെന്ന് ഹീറോയിൻ വയലറ്റിനോട് പറയും. അങ്ങനെ പിറ്റേ ദിവസം ഹീറോയിനും മാർക്കും വയലറ്റും കൂടി ഫിഷിങ്ങിന് പോകും. ഈ ടൈമിലെല്ലാം വയലറ്റ് മാർക്കിനോട് ഒരുപാട് മിണ്ടുന്നില്ലായിരുന്നു. അതായത് ഒട്ടും അടുക്കുന്നില്ലായിരുന്നു. വയലറ്റിന് അടുപ്പം മുഴുവൻ ഹീറോയിനോടായിരുന്നു. അവൾ ടൈം മുഴുവൻ ചിലവഴിക്കുന്നതും ഹീറോയിൻ്റെ കൂടെയായിരുന്നു. പിന്നീട് വീട്ടിലേക്ക് വന്ന ശേഷം വയലറ്റ് ഉണ്ടാക്കിയ ക്രാഫ്റ്റ് എല്ലാം ഹീറോയിൻ എടുത്തു നോക്കും. അതെല്ലാം കാണാൻ പേടി തോന്നുമായിരുന്നു. അതോടൊപ്പം തന്നെ അവളുടെ അടുത്തൊരു മന്ത്രവാദിയുടെ പാവ കൂടി ഉണ്ടായിരുന്നു. അതായത് കാർട്ടൂണിൽ കണ്ട പോലെ അന്ന് ആ വീട്ടിലേക്ക് വന്ന അമ്മൂമ്മയെ പോലുള്ള പാവ. ഇത് കണ്ട ഹീറോയിന് ഈ പാവയാണോ ഈ മന്ത്രവാദിയാണോ അന്ന് വീട്ടിലേക്ക് വന്നത് എന്ന് തോന്നുകയും ചെയ്യും. പിറ്റേ ദിവസം ഹീറോയിൻ വയലറ്റിനെ സ്കൂളിലേക്ക് കൊണ്ടുവിടാനായി പോകും. അപ്പോഴാണ് റോഡ് സൈഡിൽ ഒരു പെയിന്റർ നിൽക്കുന്നത്. പുള്ളിയാണെങ്കിലോ ഹീറോയിനെ അവിടേക്ക് വിളിക്കും. നിങ്ങൾ ഈ പടം കാണണമെന്ന് നിർബന്ധിക്കും. ഇത് കേട്ട ഹീറോയിൻ അവിടേക്ക് വന്ന ആ പടം നോക്കുമ്പോഴോ ആ പടത്തിലുള്ള പെൺകുട്ടിക്ക് കാണാതെ പോയ ആ പെൺകുട്ടിയുടെ അതേ ഷേപ്പ് ഉണ്ടായിരുന്നു. പെട്ടെന്ന് ഹീറോയിൻ ആ പെയിന്ററിന്റെ മുഖത്തേക്ക് നോക്കുമ്പോഴോ പുള്ളി ഒരു പ്രേതമായി മാറും. ഇത് കണ്ട ഹീറോയിൻ അവിടുന്ന് പേടിച്ചു മാറും. പക്ഷെ അതും എല്ലായ്പ്പോഴും പോലെ ഹീറോയിന്റെ തോന്നലായിരുന്നു. പിന്നീട് രാത്രി മാർക്ക് വീട്ടിലേക്ക് വരും. ഹീറോയിൻ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടെന്നും അവളെ എന്തൊക്കെയോ അലട്ടുന്നുണ്ടെന്നും മാർക്കിന് പിടികിട്ടും. നിനക്കെന്താ പറ്റിയത് എന്ന് മാർക്ക് അവളോട് ചോദിക്കും. മാർക്ക് അവളെ കെട്ടിപ്പിടിക്കുകയും ചെയ്യും. ഈ ടൈമിലാണ് ഹീറോയിൻ്റെ മെമ്മറി അവളുടെ പാസ്റ്റിലേക്ക് പോകുന്നത്. അവളുടെ അച്ഛൻ അവൾക്ക് ഫുഡ് പോലും കൊടുക്കാതെ ഫാമിൽ പണിയെടുപ്പിക്കുമായിരുന്നു. അങ്ങനെ ഒരിക്കലാണ് ഹീറോയിൻ അവിടെ ഒളിഞ്ഞു നോക്കുന്നത്. നോക്കുമ്പോഴോ അവളുടെ അച്ഛൻ അവിടെയുള്ളൊരു ആടിനെ കശാപ്പ് ചെയ്യുകയായിരുന്നു. ഇത് കണ്ട് പേടിച്ച ഹീറോയിൻ അവിടെ ഓടിപ്പോവുകയും ചെയ്യും. പക്ഷേ അവളുടെ അച്ഛൻ അവളെ പിടികൂടുകയും ചെയ്യും. അവിടെ നിന്ന് കട്ട് ചെയ്താൽ ഇപ്പോൾ നടക്കുന്നതൊക്കെയാണ് കാണിക്കുന്നത്. അങ്ങനെ എന്നത്തെയും പോലെ നടക്കും. മാർക്ക് വർക്കിന് പോകും. വയലറ്റ് സ്കൂളിലേക്ക് പോകും. ഹീറോയിൻ അങ്ങനെ വീട്ടിൽ തനിയെ ഇരിക്കും. ഈ ടൈമിലാണ് വീട്ടിലേക്ക് ഒരു പ്ലംബർ എത്തുന്നത്. ഹീറോയിൻ ആ പ്ലംബറിനെ അകത്തേക്കും വിളിക്കും. പുള്ളി അകത്ത് അടുക്കളയിലുള്ള കബോർഡിലേക്ക് പോകും. പുള്ളി അകത്ത് പണിയുന്ന ടൈമിലാണ് കബോർഡിനകത്തു നിന്ന് ഒരു ക്യാമറ കണ്ടെത്തുന്നത്. ഇത് കാണുമ്പോഴാണ് ഹീറോയിന് പിടികിട്ടുന്നത് ഇത് വയലറ്റിന് ബർത്ത്ഡേക്ക് കൊടുത്ത ആ ക്യാമറയല്ലേ എന്ന്. ഈ ക്യാമറ എങ്ങനെ ഇവിടെ വന്നുവെന്നും ഹീറോയിൻ ഓർക്കും. പിന്നീട് രാത്രിയാകുമ്പോൾ മാർക്ക് വീട്ടിലേക്ക് എത്തും. ഹീറോയിൻ അവളുടെ പ്രശ്നങ്ങളെല്ലാം മാർക്കിനോട് പറയാനേ തുടങ്ങും. പക്ഷെ അവളത് പകുതി വഴിക്ക് നിർത്തുകയും ചെയ്യും. ഹീറോയിൻ അവിടെ നിന്ന് ആ ക്യാമറ എടുക്കാനായി പോകും. അത് മാർക്കിനെ കാണിക്കാനായി പോകും. പക്ഷേ ഹീറോയിൻ അവിടെ നോക്കുമ്പോഴോ ആ ക്യാമറ അവിടെ ഇല്ലായിരുന്നു. ഇത് കണ്ട മാർക്ക് പറയും ഇതെല്ലാം നിന്റെ തോന്നലാണ്, എന്തൊക്കെയോ പ്രശ്നങ്ങൾ നിനക്കുണ്ടെന്ന്. ഇത് കേൾക്കുമ്പം ഹീറോയിന് നല്ല ദേഷ്യം വരും. ഹീറോയിൻ അവിടെ കിടന്ന് ഉറക്ക വയലറ്റിനെ വിളിക്കും, ഉറക്ക കാറും. ഇത് കണ്ട് ദേഷ്യം വന്ന മാർക്ക് അവളുടെ അടുത്തേക്ക് വന്ന് അവളെ ഇറുക്കി പിടിക്കും. പക്ഷേ ഹീറോയിൻ അത് മാർക്കായിട്ട് തോന്നുന്നില്ലായിരുന്നു. അവൾക്ക് എന്തൊക്കെയോ പേടിയാകുന്നുണ്ടായിരുന്നു. ഈ ടൈമിലാണ് വീണ്ടും ഹീറോയിൻ അവളുടെ പാസ്റ്റിലേക്ക് പോകുന്നത്. ഹീറോയിൻ കുട്ടിയായിരുന്ന ടൈമിൽ അവളുടെ അച്ഛൻ അവൾക്ക് പണിഷ്മെന്റ് തന്ന കാര്യങ്ങളൊക്കെ ഓർക്കും. പുള്ളി അവിടെയുള്ള ആടിൻ്റെ തലയോട്ടി ഹീറോയിനെ കാണിക്കും. എന്നിട്ട് ഇത് വെറും തലയോട്ടിയല്ലെന്നും ഈ തലയോട്ടിയുടെ അകത്ത് പ്രേതമുണ്ടെന്നും പറയും. നിന്നെയും ഈ തലയോട്ടിയെയും ഇന്ന് മുഴുവൻ ഈ റൂമിലാക്കുമെന്നും അവളുടെ അച്ഛൻ പറയും. പുള്ളി ആ തലയോട്ടിയും അവിടെ വെച്ച് ഹീറോയിനെയും ആ റൂമിലാക്കിയ ശേഷം അവിടുന്ന് പോകും. ഇതെല്ലാം കണ്ട ഹീറോയിന് നല്ല പേടിയാകുന്നുണ്ടായിരുന്നു. അവിടെ പ്രേതമില്ലെങ്കിൽ പോലും ഇതെല്ലാം ഹീറോയിൻ്റെ ഉള്ളിൽ ഒരു ട്രോമയായി കിടപ്പുണ്ടായിരുന്നു. അവിടുന്ന് കട്ട് ചെയ്തൽ കാണിക്കുന്നത് ഹീറോയിൻ വീണ്ടും വയലറ്റിനെ വിളിക്കുന്നതാണ്. പക്ഷേ അവളെ അനക്കമൊന്നുമില്ലായിരുന്നു. ഹീറോയിൻ പുറത്തേക്കിറങ്ങി അവളെ അന്വേഷിക്കും. അപ്പോഴാണ് നമ്മളോട് പറയുന്നത് ഈ പടത്തിലെ വലിയൊരു ട്വിസ്റ്റ്. മാർക്ക് ഹീറോയിനോട് പറയും അവളെ നീ ഇനി വിളിക്കണ്ട, അവള് മരണപ്പെട്ടു, അവളെ ഇനി കണ്ടുകിട്ടില്ല എന്ന്. ശരിക്കും പറഞ്ഞാൽ വയലറ്റ് ഈ മൂവിയുടെ തുടക്കം തൊട്ടില്ലായിരുന്നു. അതെല്ലാം ഹീറോയിൻ്റെ തോന്നലായിരുന്നു. മറ്റു കുട്ടികളെപ്പോലെ വയലറ്റും കാണാതെ പോയതാണ്. തുടക്കം തൊട്ട് ഹീറോയിൻ വയലറ്റിനെ കാണുന്നതും അവളെ സ്കൂളിൽ കൊണ്ടുവിടുന്നതുമെല്ലാം ഹീറോയിൻ്റെ ഓർമ്മകളാണ്. ഇതെല്ലാം മാർക്കിനും അറിയാമായിരുന്നു. മാർക്ക് ഹീറോയിനോട് നമുക്കകത്തേക്ക് പോകാമെന്ന് പറയും. പക്ഷെ ഹീറോയിൻ അകത്തേക്ക് പോകാതെ അന്ന് രാത്രി മുഴുവൻ ആ മുറ്റത്ത് കിടന്നുറങ്ങും. പിറ്റേ ദിവസം രാവിലെ മാർക്ക് അവിടുന്ന് അവളെയും കൊണ്ട് ഭ്രാന്താശുപത്രിയിലേക്ക് പോകും. അതായത് കുറച്ച് നാളത്തേക്ക് മാത്രം ഹീറോയിൻ മൊത്തത്തിൽ നോക്കയാകാൻ വേണ്ടി.
കുറച്ച് നാളുകൾ കഴിഞ്ഞ് മാർക്ക് അവിടെ നിന്ന് അവളെയും വിളിച്ചുകൊണ്ട് വീട്ടിലേക്കും എത്തും. ഇപ്പം ഹീറോയിൻ്റെ മുഖത്തുനിന്ന് എല്ലാം ഏറെക്കുറെ ഓക്കെ ആയതുപോലെയാണ്. പക്ഷെ എന്തൊക്കെയാണെങ്കിലും ഇപ്പം ഹീറോയിന് ആ പ്ലംബറിനെ ഡൗട്ടുണ്ട്. അതായത് പ്ലംബറാണോ വയലറ്റിനെ തട്ടിക്കൊണ്ട് പോയത് എന്ന് ഹീറോയിനൊരു ഡൗട്ട്. അങ്ങനെ പിന്നീട് ഹീറോയിനും മാർക്കും നോർമൽ ലൈഫിലേക്ക് പോകും. എല്ലാം ഏകദേശം ഓക്കെ ആകും. ഈ ടൈമിൽ മാർക്ക് ഹീറോയിനോട് ചോദിക്കും, നമുക്ക് ഇനിയൊരു കുട്ടിയെ കൂടി പ്ലാൻ ചെയ്താലോ എന്ന്. ഇത് കേട്ട ഹീറോയിൻ അത് വേണ്ടെന്നും പറയും. അങ്ങനെ പിറ്റേ ദിവസം മാർക്ക് ഹീറോയിനോട് പറയും അവനൊന്ന് പുറത്തേക്ക് പോവുകയാണെന്നും രാത്രിയാകുമ്പോൾ എത്തുകയുള്ളെന്നും. അതും പറഞ്ഞുകൊണ്ട് മാർക്ക് അവിടുന്ന് പുറത്തേക്ക് ഇറങ്ങും. ആ ടൈമിൽ മാർക്ക് അവിടുന്ന് ഒരു മൺവെട്ടിയും കയ്യിലൊരു ബാഗും എടുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ മാർക്ക് അതും എടുത്തുകൊണ്ട് അവിടെയുള്ളൊരു കാട്ടിലേക്ക് പോകും. കാടിനകത്തെത്തിയ അവൻ മണ്ണ് തോണ്ടുകയും ചെയ്യും. മാർക്ക് ആ കുഴി തോണ്ടുമ്പോഴാണ് കാണുന്നത് അവിടെ ഒരു ആടിന്റെ തലയും അതോടൊപ്പം വയലറ്റിന്റെ ബോഡിയും. അപ്പോഴാണ് നമുക്ക് പിടികിട്ടുന്നത് വയലറ്റ് കാണാതെ പോവുക മാത്രമല്ലായിരുന്നു, അവൾ എന്നേക്കുമായി മരണപ്പെട്ടിട്ടുണ്ടായിരുന്നു. മാർക്ക് അവളുടെ ബോഡിയുടെ മുകളിലേക്ക് പൂ വെക്കുകയും ചെയ്യും. അപ്പോഴാണ് നമ്മളെ വീണ്ടും ഒരു ട്വിസ്റ്റ് കാണിക്കുന്നത്. അതായത് വയലറ്റ് മരണപ്പെടാൻ കാരണം മറ്റാരുമല്ല, അവളുടെ അച്ഛനായ മാർക്കാണ് വയലറ്റിനെ കൊലപ്പെടുത്തിയത്. അപ്പോഴാണ് നമ്മളെ ആ ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നത്. പണ്ട് എല്ലാവരും ഒരിടത്തേക്ക് കറങ്ങാനായി പോകും. ആ ടൈമിലാണ് വയലറ്റ് ഒരു ആടിന്റെ തലയോട്ടി എടുക്കുന്നത്. ഇത് കണ്ട മാർക്കിന് അതൊട്ടും ഇഷ്ടപ്പെടത്തില്ല. മാർക്ക് അത് അവളോട് കളയാനായും പറയും. പക്ഷെ വയലറ്റ് അത് കളയാതെ അതുമായി വീട്ടിലേക്ക് എത്തും. വീട്ടിലെത്തിയ അവൾ ആ ക്യാമറയിൽ വീഡിയോ എടുക്കും. അതായത് ഹീറോയിൻ ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് ആയിട്ട് കൊടുത്ത ആ ക്യാമറയിൽ വയലറ്റ് ആ തലയോട്ടിയുടെ വീഡിയോ എടുക്കും. ഈ ടൈമിലാണ് മാർക്ക് ആ വഴി പോകുന്നത്. വീട്ടിലേക്ക് ആ തലയോട്ടി കൊണ്ടുവന്നത് മാർക്കിന് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. മാർക്ക് വീണ്ടും അവളോട് അത് കളയാനായി പറയും. പക്ഷെ അവൾ അത് കളയില്ല. അതുകൊണ്ട് തന്നെ രണ്ടുപേരും തമ്മിൽ തർക്കമുണ്ടാകും. ഈ തർക്കത്തിനിടയിലാണ് വയലറ്റ് അവിടെ വീണ് മരണപ്പെടുന്നത്. ഇത് കണ്ട മാർക്ക് നല്ലപോലെ പേടിക്കുകയും വിഷമിക്കുകയും ഒക്കെ ചെയ്യും. പിന്നീട് മാർക്ക് വയലറ്റിന്റെ ബോഡിയും എടുത്തുകൊണ്ടുവന്ന് ആ കാട്ടിലേക്ക് കുഴിച്ചിടും. അവിടെയുള്ള ആളുകളോടും പോലീസിനോടും ഹീറോയിനോടുമെല്ലാം വയലറ്റിനെ കാണാതെ പോയി എന്നാണ് മാർക്ക് പറഞ്ഞതും. ഈ കഥകളെല്ലാമാണ് ശരിക്കും നടന്നത് എന്ന് ഹീറോയിൻ ഓർക്കുകയും ചെയ്യും. അങ്ങനെ ഈ നടന്ന കാര്യങ്ങളെല്ലാം ഓർത്ത് മാർക്ക് നല്ലപോലെ വിഷമിക്കും. എല്ലാം ഓർത്ത് മാർക്കിന് കുറ്റബോധമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ മാർക്ക് ബാഗിൽ കൊണ്ടുവന്ന ആ ഗണ്ണെടുത്ത് സ്വയം വെടിവെച്ച് മരണപ്പെടുകയും ചെയ്യും. ഇവിടെ ഹീറോയിനാണെങ്കിലോ ഇതൊന്നും അറിയാതെ മാർക്കിനെ തപ്പി നടക്കും. പുറത്തേക്ക് ഇറങ്ങുമ്പോഴാണ് ഹീറോയിൻ കാണുന്നത് ആ ക്യാമറ അവിടെ കിടക്കുന്നത്. ഇത് കണ്ട ഹീറോയിന് എന്തൊക്കെയോ പറ്റിയിട്ടുണ്ടെന്ന് പിടികിട്ടും. ഹീറോയിൻ അവിടുന്ന് മാർക്കിനെ അന്വേഷിച്ചിറങ്ങും. പോകുന്ന വഴി ആ പ്ലംബറും മാർക്കും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നും ഈ ക്യാമറയ്ക്കകത്ത് ഹീറോയിൻ കാണാൻ പാടില്ലാത്ത എന്തെങ്കിലും ഉണ്ടോ എന്നുമൊക്കെ ഹീറോയിൻ ഓർക്കും. അങ്ങനെ കുറെ നടന്ന് ഹീറോയിനും ആ കാട്ടിലേക്ക് എത്തും. അപ്പോഴാണ് അവിടെ മാർക്കിന്റെ ബോഡിയും അതോടൊപ്പം വയലറ്റിന്റെ ബോഡിയും കാണുന്നത്. ഇത് കണ്ട ഹീറോയിൻ ശരിക്കും ഷോക്കാകും. അവളുടെ മുഴുവൻ കൺട്രോളും പോകും. ഹീറോയിൻ നല്ല വിഷമത്തിലുമാകും. അങ്ങനെ പിന്നീട് കാര്യങ്ങളെല്ലാം അറിഞ്ഞ് അവിടേക്ക് പോലീസും എത്തും. ഈ ടൈമിലാണ് ഹീറോയിൻ അവിടേക്ക് മാറി നിന്ന് ആ ക്യാമറ നോക്കാമെന്ന് ഓർക്കുന്നത്. അപ്പോഴാണ് വീണ്ടും ഒരു ട്വിസ്റ്റ്, ഈ മൂവിയുടെ യഥാർത്ഥ ട്വിസ്റ്റ്. ശരിക്കും ഇങ്ങനെ ഒന്നുമല്ല നടന്ന്. ഹീറോയിൻ ആ ക്യാമറ ഓൺ ആക്കുമ്പോഴാണ് കാണുന്നത് ആ വീഡിയോയിലുള്ളത് മാർക്കല്ലായിരുന്നു, ഹീറോയിൻ ആയിരുന്നു. അതായത് വയലറ്റുമായി തർക്കമുണ്ടാക്കിയത് മാർക്കല്ലായിരുന്നു, ഹീറോയിൻ ആയിരുന്നു. ഈ തലയോട്ടി കണ്ട ഹീറോയിൻ അത് അവളോട് കളയാനായി പറയും. അവൾ കളയത്തുമില്ല. അതുകൊണ്ട് തന്നെ തർക്കമുണ്ടാകുമ്പോൾ ആ തലയോട്ടിയുടെ കൊമ്പ് വയലറ്റിന്റെ മുഖത്തേക്ക് കൊള്ളും. അവിടുന്ന് പുറകോട്ട് വീണ വയലറ്റ് ആ ബാത്ടബിൽ തലയിടിച്ചാണ് മരണപ്പെട്ടത്. ഈ നടന്ന കാര്യങ്ങളൊക്കെ മാർക്ക് അറിയുകയും ചെയ്യും. മാർക്ക് ഹീറോയിനെ രക്ഷപ്പെടുത്താൻ വേണ്ടി വയലറ്റിന്റെ ബോഡി ആ കാട്ടിലേക്ക് കൊണ്ടുപോയി കുഴിച്ചിടും. പിന്നീട് അവളെ കാണാതെ പോയതാണെന്ന് ഹീറോയിനോട് പറയും. പതിയെ പതിയെ ഹീറോയിന്റെ മൈൻഡിൽ അത് കയറും. യഥാർത്ഥത്തിൽ വയലറ്റ് മരണപ്പെട്ടു എന്നുള്ള കാര്യം ഹീറോയിനും പതിയെ മറക്കും. പിന്നീട് നടക്കുന്നതെല്ലാം ഹീറോയിന്റെ തോന്നലായിരുന്നു. വയലറ്റിന് വേണ്ടി ഒരു ഫേക്ക് ആയിട്ടുള്ള ലൈഫിലാണ് ഹീറോയിൻ ഉണ്ടായിരുന്നത്. ആ വീഡിയോ കണ്ട ശേഷം മാർക്ക് എത്ര നല്ലവനായിരുന്നുവെന്ന് ഹീറോയിൻ ഓർക്കും. അതോടൊപ്പം ഹീറോയിൻ വീണ്ടും സ്വപ്നം കാണും. ആ പൂന്തോട്ടത്തിൽ കൂടെ ഹീറോയിൻ നടന്നു പോകുന്നതും അവിടെ ഒരു ബാത്ടബിൽ വയലറ്റ് കിടക്കുന്നതും. അപ്പോഴാണ് ഹീറോയിൻ അവളുടെ അച്ഛൻ അവളോട് ചെയ്ത പ്രവൃത്തികളും ഹീറോയിൻ വയലറ്റിനോട് ചെയ്ത പ്രവൃത്തികളും തമ്മിൽ കമ്പയർ ചെയ്യുന്നത്. അങ്ങനെ ഹീറോയിനെ ക്യാമറയും നോക്കി നിൽക്കുമ്പോൾ ഈ മൂവിയും അവിടെ തീരും. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ കമൻറ്റ് ചെയ്യണം. അതോടൊപ്പം മുമ്പ് പറഞ്ഞതുപോലെ ഉറപ്പായിട്ടും സബ്സ്ക്രൈബും ചെയ്തേക്കണേ.